ഇന്ത്യൻ ടീമിന്റെ രണ്ട് വ്യത്യസ്ത മുഖങ്ങളായിട്ടാണ് വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും അറിയപ്പെടുന്നത്. സച്ചിനും സേവാഗും യുവരാജുമെല്ലാം പടിയിറങ്ങിയപ്പോൾ ഇന്ത്യൻ ടീമിനെ പിടിച്ചു നിർത്തുന്നതിൽ, താങ്ങി നിർത്തുന്നതിൽ വലിയ പങ്ക് വഹിച്ച ആളുകളിൽ രണ്ടു പേരാണ് രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും. ആധുനിക ക്രിക്കറ്റിലെ ഇതിഹാസങ്ങളെ പരിഗണിക്കുമ്പോൾ വിരാടും രോഹിത്തും മുൻപന്തിയിൽ തന്നെ സ്ഥാനം പിടിച്ചിരിക്കുന്നുമുണ്ട്. രോഹിത്തിന് കീഴിൽ അവസാനം നടന്ന T20 വേൾഡ് കപ്പും ഇന്ത്യ സ്വന്തമാക്കിയിരുന്നു. ഇരുവരും കരിയറിന്റെ അവസാന ഘട്ടങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ശ്രീലങ്കയ്ക്കെതിരായ ഏകദിന പരമ്പരയിൽ ശ്രീലങ്കൻ സ്പിൻ കരുത്തിനു മുന്നിൽ ഇന്ത്യ പതറിയപ്പോൾ കോഹ്ലിയുടെയും രോഹിത്തിന്റെയും ഭാവി കരിയറിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉയർന്നു വരികയാണ്. ഇന്ത്യൻ ടീമിന് ഇപ്പോഴും ഇവർക്ക് പകരക്കാരെ കണ്ടെത്താൻ ആയിട്ടില്ല എന്നതാണ് സത്യം. ഇപ്പോഴിതാ രോഹിത്തിന്റെയും കോഹ്ലിയുടെയും ഭാവിയെക്കുറിച്ച് പ്രവചനം നടത്തിയിരിക്കുകയാണ് മുൻ താരം കൂടിയായ ഹർഭജൻ സിംഗ്. ഇപ്പോഴത്തെ ഫിറ്റ്നസ് വെച്ച് രോഹിത് ഇനി ഒരു 3 വർഷമെങ്കിലും കളിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ വിരാടിന്റെ ഫിറ്റ്നസ് അനുസരിച്ച് വിരാട് ഒരു 5 വർഷമെങ്കിലും ഇനിയും തുടർന്ന് കളിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഒരു 19കാരന്റെ ഫിറ്റ്നസ് ആണ് വിരാട് കോഹ്ലിക്കുള്ളതെന്നും ഹർഭജൻ സിംഗ് അഭിപ്രായപ്പെട്ടു. ഇനി ഇന്ത്യക്ക് മുന്നിലുള്ള ഒരു വലിയ വെല്ലുവിളി ചാമ്പ്യൻസ് ട്രോഫിയാണ്. പാകിസ്ഥാനിൽ വെച്ചാണ് ചാമ്പ്യൻസ് ട്രോഫി നടക്കാനിരിക്കുന്നത്. എന്നാൽ വേദി മാറ്റിയാൽ മാത്രമേ ഇന്ത്യ ചാമ്പ്യൻസ് ട്രോഫിയിൽ പങ്കെടുക്കാൻ സാധ്യതയുള്ളൂ. രോഹിതും വിരാടും പടിയിറങ്ങുമ്പോൾ ആ വിടവ് കാര്യമായി ഇന്ത്യൻ ടീമിനെ ബാധിക്കുമെന്നുറപ്പാണ്. ആ വിടവ് നികത്തുന്നതിന് വേണ്ടി ഇന്ത്യൻ ടീം ബാക്കപ്പ് താരങ്ങളെ ഇപ്പോൾ തന്നെ സജ്ജമാക്കിയിരിക്കേണ്ടത് അത്യാവശ്യവുമാണ്. ശുമാൻ ഗിൽ, യശസ്വി ജയ്സ്വാൾ, ഋതുരാജ് ഗേക്വാദ് എന്നിവരെല്ലാം ഭാവിയിൽ ഇന്ത്യക്ക് കരുത്തു പകരാൻ ശേഷിയുള്ളവരാണ്. എന്നാൽ ഇക്കഴിഞ്ഞ ശ്രീലങ്കൻ ഏകദിന പരമ്പരയിൽ ഇന്ത്യൻ മിഡിൽ ഓർഡർ ശ്രീലങ്കൻ സ്പിന്നിന് മുന്നിൽ അടിയറ വയ്ക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. പ്രതിഭയുള്ള പല കളിക്കാരും ഇപ്പോഴും ഇന്ത്യൻ ടീമിന് പുറത്താണ് എന്നുള്ളതാണ് വാസ്തവം. എന്തായാലും സെലക്ഷൻ കമ്മിറ്റിയുടെ കണ്ണു തുറന്ന് നല്ല കളിക്കാരെ വീണ്ടും ഇന്ത്യൻ ക്യാമ്പിലെത്തിക്കും എന്ന് നമുക്ക് വിശ്വസിക്കാം.